കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഏവരെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ദൈവവചനം 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ വിലപ്പെട്ടതാണ് എന്ന് വലിയ നാണയ ശേഖരങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ നാണയത്തുട്ടുകളുടെ ശേഖരങ്ങൾ ഒക്കെ ഉള്ളൊരു മഹാരാജാവ് പൈസായ്ക്കും തൻ്റെ സ്ഥാനമാനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തത്, തരാൻ കഴിയാത്ത ദിവ്യ സമാധാനം തനിക്ക് ദൈവത്തിൻ്റെ വാക്കുകളിലൂടെ ലഭിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ദൈവമേ, നിൻ്റെ വചനം എനിക്ക് 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ ഉത്തമമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ വാസ്തവത്തിൽ മനുഷ്യന് സമാധാനം കൊടുക്കാനൊക്കത്തു. സോ ഈ TV പ്രോഗ്രാം ഞങ്ങൾ ചെയ്യാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനം അത് ഒരു ഗ്രന്ഥത്തിൽ എവിടെ ഇരുന്നാൽ ആർക്കും ലഭിക്കില്ല. അത് നിങ്ങളുമായിട്ടൊന്ന് വായിച്ച് കേൾപ്പിക്കുക. ആ വായിച്ച് കേട്ട വചനത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാതിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കതൊന്ന് ഞങ്ങൾക്ക് ഗ്രഹിച്ചത് നിങ്ങളുമായി പങ്കിടുക. അതാണ് അതിൻ്റെ ഉദ്ദേശം. സോ ഇന്ന് നമ്മൾ ദൈവവചനത്തിലേക്ക് കടക്കുകയാണ്. ഈ ദൈവവചനം സാക്ഷാൽ ദൈവത്തിൻ്റെ അരുളപ്പാടായി തോമസ് കുട്ടി ബ്രദറിൻ്റെ വാക്കുകളായിട്ടല്ല, ദൈവം എന്നോട് സംസാരിക്കുന്ന വാക്കുകളാണല്ലോ, അതാണല്ലോ എഴുതി വച്ചിരിക്കുന്നത്. ആ ഒരു നിലയിൽ ഇന്ന് സന്ദേശത്തിന് ചെവി കൊടുത്താൽ എനിക്ക് ഉറപ്പുണ്ട്, പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തിലൂടെ നിങ്ങൾ ഇന്നായിരിക്കുന്ന ഏത് വലിയ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് അടുത്ത ദിവസം നേരിടേണ്ടിയ കാര്യങ്ങളായിക്കൊള്ളട്ടെ, അതിലെല്ലാം അത്ഭുതകരമായ ഒരു വിജയം, അവയൊക്കെ മറികടക്കാനുള്ള ശക്തി പകരും. കാരണം ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് നമ്മൾ ദൈവവചനത്തിലെ 2 വേദഭാഗങ്ങൾ വായിക്കും. തെസ്സലോനിക്കർക്ക് പൗലോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും 2-ാം ലേഖനത്തിൽ നിന്നും ഓരോ വാക്യങ്ങൾ. ആ 2 വേദഭാഗങ്ങളിലും പൗലോസ് പറയുന്ന ഒറ്റ വാക്കാണ്, കർത്താവ് വിശ്വസ്തൻ. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. പലപ്പോഴും വിശ്വാസികളായ നമ്മൾ തന്നെ ചില കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചപ്പം എൻ്റെ വിശ്വാസക്കുറവാണോ, എൻ്റെ കുറവാണോ? ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ, അതോ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി വിശ്വാസം കുറഞ്ഞു പോയോ? നമ്മളറിയാതെ ഈ നമ്മളുടെ വിശ്വാസത്തിലേക്കാണ് നമ്മൾ പലപ്പോഴും നോക്കുന്നത്. വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസത്തിലേക്ക് നമ്മൾ നോക്കുന്ന അല്ല വിശ്വാസം, ദൈവത്തിൻ്റെ നമ്മളോടുള്ള വിശ്വസ്തതയിലേക്ക് നോക്കുന്നതാണ് വിശ്വാസം. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ പനി അളക്കാൻ വേണ്ടി ഒരു തെർമോമീറ്റർ വെച്ചിട്ട് എനിക്ക് ഇത്ര ഡിഗ്രി പനിയുണ്ടെന്ന് നോക്കുന്ന പോലെ നമ്മൾ ഏതോ ഒരു മീറ്റർ നമ്മുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് എനിക്കിപ്പോൾ ഇത്ര വിശ്വാസമുണ്ട്, ഇത്ര ഡിഗ്രി ഉണ്ട്, ഇത്ര ഡിഗ്രി ഉണ്ടെന്ന്, ഇപ്പം എനിക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത് എന്ന് നമ്മളങ്ങ് അറിയാതെ ചിന്തിച്ചു പോകണം. കാരണം ദൈവവചനത്തിലുണ്ട് വിശ്വസിക്കുന്നവർക്ക് വിടുതൽ കിട്ടിയത്. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ലുസ്ത്രയിൽ ഒരു മുടന്തനായ വ്യക്തി പൗലോസിൻ്റെ പ്രസംഗം കേൾക്കുകയായിരുന്നു. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസം ഉണ്ട് എന്ന് കണ്ടിട്ട് എഴുന്നേറ്റ് നടക്കാൻ പൗലോസ് ശ്ലീഹ പറയുന്നതായിട്ട് അപ്പോസ്തലപ്രവൃത്തി 14 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം പൗലോസ് ശ്ലീഹ പ്രസംഗിച്ചപ്പോൾ യേശുക്രിസ്തു സൗഖ്യമാക്കുന്നവനെന്നായിരിക്കുമല്ലോ പ്രസംഗിച്ചത്. അത് കേട്ടപ്പോൾ ആ മുടന്തനായ വ്യക്തിക്ക് ഒരു ഭാവമാറ്റം, ഇപ്പം പിടിച്ചെടുക്കുന്ന പോലെ ഇരിക്കുന്നിടപ്പോൾ എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് വായിച്ചാൽ തോന്നും സൗഖ്യം പ്രാപിപ്പാനുള്ള വിശ്വാസം എന്ന് പറഞ്ഞ ഒരു വലിയ വിശ്വാസമുണ്ട്, അതെൻ്റെ അകത്ത് വന്നാലേ എനിക്ക് സൗഖ്യം കിട്ടത്തുള്ളൂ. വാസ്തവത്തിൽ എന്താണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്? പൗലോസ് അവിടെ പ്രസംഗിച്ചത് കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ചും കർത്താവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചുമാണ്. ഇപ്പോഴും ഞാൻ പറയാൻ പോകുന്ന പൗലോസ് ശ്ലീഹ പറഞ്ഞ കർത്താവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചാണ്. അപ്പോൾ കർത്താവിൻ്റെ വിശ്വസ്തത നിമിത്തം നിശ്ചയമായിട്ടും എനിക്ക് വിടുതൽ കിട്ടും. എൻ്റെ വിശ്വാസം കൂടുതലും കൊണ്ടല്ല, അത് വാസ്തവത്തിൽ എങ്ങനെ ആ ശുഭ പറഞ്ഞു തരേണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. കർത്താവിൻ്റെ വിശ്വസ്തത ആണ് എന്നെ വിടുവിക്കാൻ പോകുന്നത്. അതിൽ ആശ്രയിക്കുന്നതാണ് വിശ്വാസം, നമ്മുടെ വിശ്വാസം. സോ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച്. ആ കർത്താവിൻ്റെ വിശ്വസ്തതയെ കേൾക്കുമ്പോൾ നമ്മളിൽ ഉളവായി വരുന്നതാണ് വിശ്വാസം. അതുപോലെ തന്നെ ആ സ്നേഹം. ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, എല്ലാ വിശ്വാസികൾക്കും തോന്നുമായിരിക്കും, ഞാൻ വേണ്ടിയ പോലെ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലെന്നുള്ളതാണ് സത്യം. നമ്മളൊക്കെ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവിൻ്റെ അടുക്കൽ വന്നത്.
പത്രോസിനോട് തന്നെ നീ എന്നെ ഇവയിൽ അധികമായി സ്നേഹിക്കുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും സ്നേഹം വരത്തില്ല പ്രിയപ്പെട്ടവർ. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് വിശ്വാസമൊന്നും വരത്തില്ല. റോമാലേഖനം 5 പറയുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നു തന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ സ്വന്തം സ്നേഹമല്ല. മാത്രമല്ല യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയാണ്, നിങ്ങൾ അവനെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നമുക്ക് സ്നേഹം ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരാളെ വെറുക്കുകയാണെന്നിരിക്കട്ടെ, നമ്മൾ അയാളെ എത്ര ഉപദ്രവിച്ചിട്ടും ആ വ്യക്തി പിന്നെയും നമ്മളെ സ്നേഹിക്കുക. നമുക്കുണ്ടായൊരു പ്രതിസന്ധിയിൽ എല്ലാവരും വിട്ടുപോയപ്പോഴും നമ്മൾ ഉപദ്രവിച്ചയാൾ അല്ലെങ്കിൽ നമ്മൾ അവഗണിച്ചയാൾ നമ്മളെ സഹായിക്കാൻ വന്നാൽ, എല്ലാം തീർന്നു കിടന്നപ്പോൾ ആ വ്യക്തിയോട് അറിയാതെ നമുക്ക് സ്നേഹം ഉണ്ടായിപ്പോവും. അങ്ങനത്തെ ഒരു സ്നേഹമാണ് വാസ്തവത്തിൽ നമുക്കൊക്കെ ദൈവത്തോട്, കർത്താവിനോട് ഉണ്ടായത്. അല്ല നമ്മളാരും ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതല്ല. അവൻ സ്നേഹിച്ചതുകൊണ്ട് അവൻ്റെ സ്നേഹത്തിലേക്കുള്ള നോട്ടത്തിൽ എന്നിൽ ഉളവായി വന്നതാണ് എൻ്റെ സ്നേഹം. അതുപോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസവും. അവൻ്റെ മഹാവിശ്വസ്തത, അതും സ്നേഹത്തിലൂന്നിയതാണ്. എന്നോടുള്ള അവൻ്റെ സ്നേഹവും വിശ്വസ്തതയും, അതിലേക്ക് നോക്കിയപ്പോൾ ഈ കർത്താവിനെ കൈവിടത്തില്ല എന്ന് എനിക്കുണ്ടായ ട്രസ്റ്റാണ് വിശ്വാസം. വീണ്ടും ഞാൻ ഓർപ്പിക്കാം, നിങ്ങളുടെ കഴിവല്ല വിശ്വാസം, അവൻ്റെ കഴിവിലുള്ള നിങ്ങളുടെ ആശ്രയമാണ് വിശ്വാസം. സോ ഞാൻ നല്ല വിശ്വാസിയാണോ, ഒത്തിരി വിശ്വാസമുണ്ടോ എന്നൊന്നും ഭാരപ്പെടണ്ട. എൻ്റെ കർത്താവ് വിശ്വസ്തനാണോ, എൻ്റെ കർത്താവ് സ്നേഹവാനാണോ, ഞാനിനി അഥവാ വിശ്വാസം കുറഞ്ഞാലും എന്നോട് അവിശ്വസ്തത കാട്ടാത്തൊരു കർത്താവല്ലേ എനിക്കുള്ളത് എന്ന കർത്താവിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ മുഖം തേജസ്കരിക്കപ്പെടും. നമുക്ക് ഞാൻ പറഞ്ഞ 2 വേദഭാഗങ്ങളിലേക്ക് പോകാം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലും 1-ാം ലേഖനത്തിലും 2-ാം ലേഖനത്തിലും പറഞ്ഞ വേദഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 24-ാം വാക്യം, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. 2 തെസ്സലോനിക്കർ 3:3, ഒരു പേജ് ഇങ്ങോട്ട് മറിച്ചാൽ മതി. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. കർത്താവോ വിശ്വസ്തൻ. ഇന്നത്തെ സന്ദേശം അതാണ്, മൈ ഫെയ്ത്ത് ഇൻ ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്. കർത്താവിൻ്റെ വിശ്വസ്തതയിലുള്ള എൻ്റെ വിശ്വാസം. നമ്മളൊക്കെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഭാരപ്പെടാറുണ്ട്. എന്നോട് പറയാറുണ്ട്, ബ്രദറെ ഈ വിഷയത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച് ഞാൻ മടുത്തു. എൻ്റെ പ്രാർത്ഥനക്കുറവാണോ ബ്രദറെ? ഞാനിനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ അറിയാതെ നമ്മളുടെ ഒരു സ്പിരിച്വൽ പ്രോഗ്രാമിലേക്ക് നമ്മളങ്ങ് അതിന് ചുറ്റും നമ്മളായി പോവുക. ക്രൈസ്റ്റ് സെൻറ്റേർഡ് അല്ല പലപ്പോഴും, നമ്മൾ സെൽഫ് സെൻറ്റേർഡ്. നമ്മളുടെ പ്രാർത്ഥനാ രീതികൾ, നമ്മുടെ വിശ്വാസം, നമ്മളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവയിലേക്കാണ് പലപ്പോഴും നമ്മൾ നോക്കുന്നത്. അത് ശരിയായോ, ഇനി ഞാനെന്തെങ്കിലും കൊടുക്കാനുണ്ടോ? വാസ്തവത്തിൽ കർത്താവിൽ വിശ്വസിച്ചവരും അറിയാതെ ഇപ്രകാരമുള്ളൊരു മതപരമായ ഒരു ബന്ധനത്തിലേക്ക് കുടുങ്ങുകയാണ്. ക്രിസ്തു ഇവിടെ സ്ഥാപിച്ച ഒരു മതമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തു മതം എന്നൊന്നുണ്ട്, പക്ഷേ ക്രിസ്തുവിന് മതവുമായിട്ടൊരു ബന്ധവുമില്ല. ക്രിസ്തുവിന് വ്യക്തികളുമായിട്ടാണ് ബന്ധം. ഇതൊരു റിലേഷൻഷിപ്പാണ്, റിലീജിയൻ അല്ല. അപ്പം മതപരമായൊരു ചിന്തയിൽ എപ്പോഴും ഞാനിനി ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ടോ, കൊടുത്തു തീർക്കാനുണ്ടോ, എൻ്റെ ഭാഗത്ത് ഫോൾട്ട് കിടക്കുകയാണോ, അങ്ങനെ ഒരു ആകുല ചിന്തയിൽ വട്ടം കറങ്ങുകയാണ് എപ്പോഴും ഒരു മതപരമായ ചിന്തയിലുള്ള വ്യക്തി. എന്നാൽ കരുതുന്ന ഒരു പിതാവിനെ, ഒരു കാന്തനെ, ഒരു സഹോദരനെയാണ് നമ്മൾ ക്രിസ്തുവിൽ കണ്ടെത്തുന്നത്. അതല്ലേ വാസ്തവത്തിൽ ആ മുടിയനായ പുത്രൻ്റെ ഉപമയിലൂടെ ക്രിസ്തു വെളിപ്പെടുത്തിയത്. അവിടെ ഒരു യേശുക്രിസ്തു എന്തിനായി ഭൂമി വന്നത് എന്ന് കർത്താവോട് നമ്മളോട് പറയുകയാണ്. മതപരമായ ചിന്തയുള്ള അന്നത്തെ കുറേ പേർ യേശുവിനോട് പറഞ്ഞു, മറ്റു ഗുരുക്കന്മാരൊന്നും നിന്നെപ്പോലെ അല്ലല്ലോ, ഞങ്ങളുടെ മധ്യത്തിൽ ഒത്തിരി ഗുരുക്കന്മാർ വന്നിട്ടുണ്ട്, അവരൊക്കെ ഈ പാപികളുടെ കൂടെ പോയി ഭക്ഷണം കഴിക്കുകയാകട്ടെ.
ഈ കൊള്ളരുതാത്ത ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടി ശിഷ്യന്മാരാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. നീ എന്താ ഇവരുടെ കൂടെ എന്ന് ചോദിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ അങ്ങനെ. നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഉടനെ കർത്താവ് അവിടെ 3 ഉപമകളാണ് അവരോട് പറയുന്നത്. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. അവയിലൊന്ന് നഷ്ടപ്പെട്ടു പോയി. ആടിന് കാണാതായി. ഈ മനുഷ്യൻ നഷ്ടപ്പെടാത്ത ആടുകളെ അവയെ അവിടെ നിർത്തിയിട്ട് ഇതിനെ തിരക്കി ചെല്ലുകയാണ്. ക്രിസ്തു പറഞ്ഞ മറുപടി ഇതാണ്. നിങ്ങൾ പറയുന്ന പോലെ പാപികൾ, കൊള്ളരുതാത്തവർ, പള്ളിയിൽ പോകാത്തവർ, ആചാരം ചടങ്ങും ഒന്നും ചെയ്യാതെ ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കാതെ ഒക്കെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഐ എം കൺസേൺ ഫോർ ദം ഓൾസോ. അവർക്ക് വേണ്ടി എനിക്ക് അധികം കൺസേൺ ഉണ്ട്. ഞാൻ അവരുടെ അപ്പനാണ്, ഞാൻ ദൈവമാണ്. ഞാൻ അവരെ തിരക്കിയാണ് ഇവിടെ വന്നത്. അതുകൊണ്ടാണല്ലോ സക്കായി കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ അതും ചിലർ വിമർശിച്ചു. കണ്ട ഒരു ചുങ്കക്കാരൻ്റെ കൂടെ ഈ ഗുരുവാണെന്ന് പറയുന്ന ആൾ പോയിരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനത്രേ മനുഷ്യപുത്രം വന്നത്. എനിക്ക് അവരുമായിട്ടൊരു റിലേഷൻ ഉണ്ടാക്കാനാണ് ഞാൻ വന്നത്. തുടർന്ന് 10 ദ്രഹ്മ ഉണ്ടായിരുന്നൊരു സ്ത്രീയുടെ 1 ദ്രഹ്മപ്പണം നഷ്ടപ്പെടുന്നു. അവളത് കണ്ടെത്തുന്നു, അടിച്ചുവാരി കണ്ടെത്തുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് പറയാണ്, ആ സ്ത്രീക്ക് 10 ദ്രഹ്മയിൽ 1 എത്ര വിലപ്പെട്ടതാണോ ആയതുപോലെ ഓരോ മനുഷ്യാത്മാവും എനിക്ക് വിലപ്പെട്ടതാണ്. നിങ്ങൾ നോക്കുമ്പോൾ വിലയില്ലായിരിക്കും. അപ്പം നമ്മൾ കരുതാത്ത, അവഗണിച്ചിരിക്കുന്ന ഒത്തിരി പേര് ലോകത്തുണ്ട്. വിശ്വസിക്കുന്നവരായി നമ്മൾ അറിയണം, അയാളൊരു കൊള്ളരുതാത്തവനാണ്, അവൻ ഭീകരവാദിയാണ്, അല്ലെങ്കിൽ ഇന്നയാൾ ക്രിമിനലാണ്, അവനെയാണ് പോലീസ് പിടിച്ചു. അതൊക്കെ ചുമ്മാ പാഴാന്നൊക്കെ ഇപ്പോൾ പറയുന്ന ചില വാക്കുണ്ട്, പാഴ. പക്ഷെ ദൈവത്തിന് അങ്ങനല്ല, പാഴല്ല. പാഴും ശൂന്യവുമായ ഭൂമിയെ പാർപ്പിന് തക്കതാക്കി മനോഹരമാക്കിയ കർത്താവ്. കർത്താവിന് കണ്ണിന് മുമ്പിൽ പാഴായിട്ടൊന്നുമില്ല, എല്ലാം അർത്ഥവത്താണ്. അതുകൊണ്ടാണ് ഒരു യഥാർത്ഥ സുവിശേഷകന്, ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവദാസന്, ഒരു ദൈവ പൈതലിന് ഒരു വ്യക്തിയും പ്രതീക്ഷ നഷ്ടപ്പെട്ടതായി കാണില്ല. അതുകൊണ്ടാണ് ഈ TV പ്രോഗ്രാമുകളിൽ ഞങ്ങൾ ധൈര്യത്തോടെ പറയുന്നത്, ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ഞാൻ എന്തിനാ ജീവിക്കുന്നത്? നിങ്ങളെക്കുറിച്ചുള്ള വീട്ടുകാരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, സ്വന്തം ഭാര്യ അല്ലെ സ്വന്തം ഭർത്താവ്, നീ ഒന്ന് ചത്താ മതി എന്ന് പറയുന്ന സ്ഥിതിയിലായാലും ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതം പാഴല്ല. നിങ്ങളിൽ ഇനിയും പ്രതീക്ഷയുള്ള ഒരാളുണ്ട്. പലപ്പോഴും നമ്മളിൽ പ്രതീക്ഷയുണ്ടെന്ന് മാത്രമല്ല കർത്താവിന്, ആ പ്രതീക്ഷിക്കുന്ന കർത്താവിന് നമ്മളെ അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ പറ്റും, രക്ഷിക്കാൻ പറ്റുമെന്ന് ഉറപ്പുകൂടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല പലപ്പോഴും. അയ്യോ എന്നെ ഒന്നിനും കൊള്ളത്തില്ലോ എന്ന് പറഞ്ഞ് നമ്മളിലേക്ക് തന്നെ നോക്കി വട്ടം കറങ്ങുകയാണ്. സോ ഇന്നത്തെ സന്ദേശം തന്നെ ഇതാണ്, സ്റ്റോപ്പ് ലുക്കിംഗ് ടു യു. നിന്നിലേക്ക് നീ നോക്കുന്ന അങ്ങ് അവസാനിപ്പിച്ച്. നിൻ്റെ വിശ്വാസം പരാജയപ്പെട്ടു, പ്രാർത്ഥന പരാജയപ്പെട്ടു, നേർച്ച കാഴ്ചകൾ പരാജയപ്പെട്ടു, ഇപ്പോൾ സഭയിൽ പോകുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല, സ്തുതിക്കാൻ പറ്റുന്നില്ല, ഒക്കെ ആയിക്കോട്ടെ, ഒന്നും പറ്റാത്തൊരു സ്ഥിതി. ആ തല ഒന്ന് ഉയർത്തി അവിടുത്തെ വിശ്വസ്തതയിലേക്ക് മാത്രം നോക്കിക്കേ. നമ്മളെ കഴിവുകേടുകളുമായിട്ട് അവിടെ അതാണ് അടുത്ത ഉപമയിൽ, മുടിയനായ പുത്രൻ്റെ ഉപമയിൽ കർത്താവ് വെളിപ്പെടുത്തുന്ന അതാണ്. ആ മനുഷ്യൻ അപ്പൻ കൊടുത്ത മുതലെല്ലാം നാനാവിധമാക്കി നഷ്ടപ്പെടുത്തി ദൂരദേശത്ത് പോയി. ആ മുതൽ മുഴുവൻ വേശ്യമാരോടും കൂട്ടുകാരോടും ഒക്കെയായി നശിപ്പിച്ചു, നാനാവിധമാക്കി. ഒടുവിൽ ഭക്ഷണം കഴിക്കാൻ മുട്ടുവന്നപ്പോൾ ദേശത്തെ ഒരു പ്രമാണിയെ പോയി കണ്ടിട്ട് എനിക്കൊരു ജോലി തരണമെന്ന് പറയുകയും, അയാൾ തൻ്റെ പന്നിയെ മേയ്ക്കുന്ന ജോലി, ഒരു യഹൂദൻ ഒരിക്കലും പന്നികളെ മേയ്ക്കില്ല. അത്രയും ഒരു മനുഷ്യൻ നശിക്കാവോ അത്രയും നശിച്ചു. ക്രിസ്തു പറഞ്ഞ ആ ഒരു ഉപമ പോലെ ലോക ചരിത്രത്തിൽ മനുഷ്യൻ്റെ ആ ദൈവത്തിൽ നിന്ന് അകന്ന അവസ്ഥയെ കുറിക്കുന്ന ഒരു ഉപമ മറ്റൊന്നില്ല. അങ്ങനെ തകർച്ചയുടെ ആ പൂർണ്ണതയിലായിരിക്കുമ്പോൾ അവന് ബോധം വരികയാണ്. അവൻ എന്തിനെക്കുറിച്ചാണ് ഓർത്തത്? എൻ്റെ അപ്പൻ എന്നെ കൈക്കൊള്ളുമായിരിക്കും. അപ്പോഴും അപ്പൻ്റെ വിശ്വസ്തത പൂർണ്ണമായിട്ട് അവന് മനസ്സിലേക്ക് വരുന്നില്ല. ഞാനൊരു കൂലിക്കാരനായിട്ട് ചെല്ലാം, ഒന്നുമില്ലെങ്കിലും എൻ്റെ അപ്പൻ കൂലിക്കാരോടൊക്കെ വളരെ കരുതലുള്ളയാളാണ്. സാധാരണ യഹൂദന്മാരുടെ വീട്ടിൽ 2 തരം
ജോലിക്കാരാണുള്ളത്. ഒന്ന്, രാവിലെ തന്നെ ഇത്ര കൂലി തരാമെന്ന് പറഞ്ഞാൽ ഉടമ്പടിക്ക് വരുന്ന ജോലിക്കാർ, അവർക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണമോ കാപ്പിയോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ വീട്ടിൽ തന്നെ താമസിക്കുന്ന അടിമകളുണ്ട് അന്നത്തെ കാലത്ത്, അവർക്ക് ആ വീട്ടിൽ ഭക്ഷണവും എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഉടമ്പടിക്ക് വരുന്നവർക്ക് പോലും ഈ മുടിയനായ പുത്രൻ്റെ അപ്പൻ 3 നേരം ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുക്കുമെന്ന് മാത്രമല്ല, അവർക്ക് ഇഷ്ടം പോലെ കഴിച്ചിട്ട് ബാക്കിയുണ്ട് ശേഷിപ്പിക്കുക. അപ്പം ഈ മകൻ ആ പന്നിക്കുഴിയിൽ കിടന്ന് ഓർത്തത് അപ്പൻ്റെ വിശ്വസ്തതയാണ്. നമുക്കൊക്കെ പലപ്പോഴും പറ്റുന്നത്, ഞാൻ തകർന്നല്ലോ, ഞാൻ പോയല്ലോ, ദൈവം ഇനി എന്നെ അംഗീകരിക്കുകയില്ലായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പോവുക. കാരണം നമുക്ക് പലപ്പോഴും മതപരമായ ഒരു അറിവേ ദൈവത്തെക്കുറിച്ചുള്ളൂ. ദൈവം ഒരു അപ്പനാണെന്നും തകർന്നവനെ സ്നേഹിക്കുന്നൊരു പിതാവാണെന്നും എന്നെ നിങ്ങളെയും തൻ്റെ കണ്ണിലെ കൺമണി പോലെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് ദൈവമെന്ന് നമുക്ക് പലപ്പോഴും ബോധ്യം കിട്ടുന്നില്ല. നമ്മളങ്ങ് അകന്നകന്ന് പോവുകയാണ്. പലപ്പോഴും നമ്മുടെ പ്രശ്നം നമ്മൾ ചെയ്ത പാപമല്ല. അതേ, പാപം ഏറ്റവും വലിയ പ്രശ്നമാണ്. ആ പാപത്തെ തുടർന്ന് നമ്മളിലുണ്ടായ ആ ഗിൽറ്റ്, അപരാധബോധം, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള പരാജയബോധം, എന്നെ ഇനി ദൈവം പോലും വേണ്ടാത്തവനാണെന്നുള്ള അപരാധബോധം, അന്യതാബോധത്തിലാണ് നമ്മൾ നശിക്കുന്നത്. അതിലേക്കാണ് കർത്താവ് ഇറങ്ങി വരുന്നത്. ഈ വ്യക്തി മടങ്ങി വരികയാണ്. അപ്പൻ്റെ വീട്ടിൽ വന്നപ്പോൾ അപ്പൻ അവനെ ഒരു കൂലിക്കാരനെ പോലല്ല, അവനെ വാരിപ്പുണർന്നുകൊണ്ട്, അവന് ചുംബനം നൽകിക്കൊണ്ട് അവന് വേണ്ടി സകലവും ഒരുക്കി കൊടുക്കുകയാണ്. അവന് മേത്തരമായ വസ്ത്രവും കാലിന് ചെരുപ്പും പൊൻമോതിരവും കൊടുത്ത് അവന് വേണ്ടി ഒരു വിരുന്നൊരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും കുഞ്ഞാഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ടിരിക്കുമ്പം ദൈവം, കർത്താവെ ഇതെങ്കിലും എനിക്കൊന്ന് ചെയ്തു തരണേ. ഞാനിന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്ന കർത്താവ് ഇതെങ്കിലും ചെയ്തു തരുന്ന കർത്താവല്ല. ഒരു ഊണിന് വരുന്ന നിനക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കുന്നവൻ, ഒരു കൂലിക്കാരൻ്റെ കൂടെ മൂലയ്ക്ക് കിടക്കാൻ വരുന്ന നിനക്ക് പൊന്മോതിരം തരുന്നവൻ, കർത്താവോ വിശ്വസ്തൻ. ആ വിശ്വസ്തതയിലേക്ക് നോക്കാനാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. പൗലോസ് പറയുകയാണ്, തെസ്സലോനിക്കരോട് 2 തവണ പറയുകയാണ്, കർത്താവ് വിശ്വസ്തൻ. തെസ്സലോനിക്ക സഭ ഒത്തിരി പ്രതിസന്ധികളിലൂടെ പോവുകയാണ്. അവർ കർത്താവിലേക്ക് വന്നതേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. തുടർന്നുള്ള ജീവിതം എങ്ങനെ ആവുമെന്ന് അറിയില്ല. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ശരിയാണെങ്കിൽ ദൈവം നിങ്ങളെ നിർത്തിക്കോളുമെന്നല്ല പറഞ്ഞത്. കർത്താവ് വിശ്വസ്തൻ, ദുഷ്ടൻ്റെ കയ്യിലാകപ്പെടാതെ വേണം നിങ്ങളെ കാത്തുകൊള്ളും. ഇന്ന് ആശങ്കയോടെ ഇരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, കർത്താവ് അവിശ്വസ്തൻ, ഞാൻ അവിശ്വസ്തൻ. വേറെടുത്ത് പൗലോസ് പറയുകയാണ്, നാം അവിശ്വസ്തരായാലും അവൻ വിശ്വസ്തനായി തന്നെ പാർക്കും. അവൻ്റെ സ്വഭാവം ത്യജിക്കാൻ അവനൊക്കത്തില്ല. നമുക്ക് വിശ്വാസത്തിൽ കുറവ് വന്ന ഉടനെ നമ്മളോടുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇട്ടേച്ചൊന്നും പോകത്തില്ല. പക്ഷെ വിശ്വസിച്ച് ആശ്രയിച്ചത് കിട്ടുന്നതാണ് ദൈവത്തിൻ്റെ മാർഗം. നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ചാണ് രോഗസൗഖ്യം പ്രാപിക്കേണ്ടത്. അവിടുത്തെ ആ വിശ്വസ്തതയിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. 91-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, നിൻ്റെ വിശ്വസ്തത എനിക്ക് പരിചയം പലകയുമാണ്. എൻ്റെ കയ്യിലുള്ള ആയുധങ്ങളല്ല എൻ്റെ പരിചയം പലകയും, നിൻ്റെ വിശ്വസ്തതയാണ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ ഫെയ്ത്ത്ഫുൾനെസ് ഐ എം അലൈവ്. ഇന്ന് പകൽ ആ വിശ്വസ്തത ഞാൻ ഉയർത്തി കാണിക്കുമ്പോൾ അതിലൊന്ന് ആശ്രയിച്ച് അപ്പോൾ നിങ്ങളുടെ അകത്ത് രൂപപ്പെട്ടു വരും ഒരു വിശ്വാസം. അതാണ് വിശ്വാസം. അല്ല, നിൻ്റെ കഴിവല്ല വിശ്വാസം. അവൻ്റെ വിശ്വസ്തതയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ധൈര്യമാണ് വിശ്വാസം. ആ വിശ്വാസത്തോടെ ഇന്ന് കർത്താവിലേക്ക് നോക്കുമ്പോൾ, കർത്താവിൻ്റെ മറ്റൊരു പേര് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെന്നാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളോട് പറയുമ്പോൾ കർത്താവ് പറയാണ്, വിശ്വസ്ത സാക്ഷിയാണ് ഞാൻ. വാഗ്ദത്തങ്ങൾ പറഞ്ഞാൽ അത് മാറത്തില്ല. കൊരിന്ത ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച യേശുക്രിസ്തു തൻ്റെ വാക്ക് ഒരിക്കലും ഉവെന്നും വേറൊരിക്കലും ഇല്ല എന്നുമായിരുന്നില്ല. അവൻ്റെ വാക്ക് ഉവെന്ന് പറഞ്ഞാൽ ഉവെന്ന് തന്നെയാണ്. അവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര എണ്ണം ഉണ്ടെങ്കിലും, അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും എത്ര വാഗ്ദത്തം ഉണ്ടോ, താൻ പറഞ്ഞ വാക്കായതുകൊണ്ട് താൻ അതിൽ നിന്ന് മാറില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവയ്ക്ക് ദൈവം ഉവ്വ് എന്നേ പറയത്തുള്ളൂ. സോ ഇന്ന് നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വലിയ വിശ്വാസമല്ല, കർത്താവ് പറഞ്ഞിട്ടുണ്ട് രോഗസൗഖ്യം തരാം. അവൻ്റെ വാക്ക് മാറാൻ അവനൊക്കില്ല.
ഒരുപക്ഷെ നിങ്ങളുടെ രോഗം ക്യാൻസർ ആയിരിക്കാം. ഉടനെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത്, അയ്യോ ക്യാൻസർ അല്ലേ, അല്ലെങ്കിൽ ഇന്ന രോഗമല്ലേ. നമ്മളുടെ രോഗത്തിൻ്റെ തീവ്രതയിലേക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിപ്പത്തിലേക്കും നമ്മൾ നോക്കുകയാണ്. നമ്മുടെ പ്രശ്നത്തെ വലിയൊരു മല പോലെ കാണുന്നു, നമ്മുടെ വിശ്വാസത്തെ ഒരു ചെറുതായിട്ട് നമ്മൾ കണ്ട് നമ്മൾ ഭയക്കുകയാണ്. അതിനു പകരം ദൈവത്തിൻ്റെ വിശ്വസ്തത എന്ന മഹാസാഗരത്തിനകത്ത് നമ്മുടെ ഈ പ്രശ്നങ്ങൾ ഒരു തുള്ളി വെള്ളം പോലെ പോലും ഇല്ല എന്ന് കണ്ടുകൊണ്ട് അവിടുത്തെ വിശ്വസ്തതയിലേക്ക് നമുക്ക് നോക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളൊക്കെ പലപ്പോഴും കർത്താവെ അവിടുത്തെ ആ വലിയ വലിപ്പത്തിലേക്ക് നോക്കാതെ ഞങ്ങളുടെ ഇടുങ്ങിയ കണ്ണുകൾ കൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവുകളും ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവുകളും ഒക്കെ നോക്കി ഞങ്ങളുടെ അവിശ്വസ്തതകളും ഞങ്ങളുടെ കുറവുകളും മാത്രം ഞങ്ങളുടെ കൺമുന്നിൽ നിന്നപ്പോൾ കർത്താവെ ഞങ്ങൾക്ക് സ്വയം ഞങ്ങളുടെ കുറവുകൾ പോലും നീക്കാൻ പറ്റുന്നില്ല. എന്നാൽ അങ്ങയുടെ വലിയ വിശ്വസ്തതയിലേക്ക് ഞങ്ങൾ നോക്കുന്നു. വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ അപ്പ, അവിടുത്തെ ഒരു വാഗ്ദത്വവും മാറ്റത്തില്ല. പറഞ്ഞ വാക്കിന്ന് ഇടത്തോട്ടും വലത്തോട്ടും എൻ്റെ കർത്താവ് മാറത്തില്ല. ആ വാക്കുകളിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിന്ന് വരികയാണ്. കർത്താവെ, ഇന്ന് ഈ സന്ദേശം കേട്ട ഒത്തിരി പേര് സാമ്പത്തിക പ്രതിസന്ധിയുള്ളവരുണ്ട്, വലിയ പല രോഗപ്രയാസങ്ങളാൽ കഷ്ടപ്പെടുന്നവരുണ്ട്, മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്, അവരുടെ കൃഷിയെക്കുറിച്ചോ അവരുടെ ബിസിനസ്സിനെക്കുറിച്ചോ ഒക്കെ വലിയ പ്രയാസത്തിൽ ഇന്ന് കേൾക്കുന്നവരുണ്ട്. ഞങ്ങളിന്ന് ഞങ്ങളുടെ പ്രതിസന്ധിയുടെ വലിപ്പമല്ല, അങ്ങയുടെ വിശ്വസ്തതയുടെ വലിപ്പം കാണും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ രോഗപ്രയാസങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം ഒന്നുമല്ല, എൻ്റെ കർത്താവിൻ്റെ വിശ്വസ്തതയാണ് വലുത്. അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വാഗ്ദത്തം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. കരങ്ങൾ വെക്കുമ്പോൾ രോഗം സൗഖ്യമാവുന്ന കർത്താവെ അങ്ങ് പറഞ്ഞ വാക്ക അത് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ കരം വെക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ സൗഖ്യം ഉണ്ടാകട്ടെ. ആ സാമ്പത്തിക ബാധ്യത വിട്ടുമാറട്ടെ. കർത്താവിൻ്റെ വിശ്വസ്തതയാൽ അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. ഭാരപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വിടുതലാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. സകല നന്മകളാലും നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ മഹാവിശ്വസ്തതയിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ ചെറിയ പ്രശ്നം അവിടുത്തെ വിശ്വസ്തതയുടെ മുമ്പിൽ അലിഞ്ഞില്ലാതായിരിക്കുകയാണ്. കർത്താവ് തന്ന അത്ഭുത വിടുതലുകൾ ഒന്ന് ഞങ്ങളോട് പങ്കിടണം, വിളിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ TV പ്രേക്ഷക മീറ്റിങ്ങുകളുണ്ട്. അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ലഭിക്കും. വരണം, നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. അടുത്ത എപ്പിസോഡിൽ കാണും വരെ അവൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമായിരിക്കും. സോ വീണ്ടും കാണാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം.